പ്രേക്ഷകർക്ക് മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. രണ്ടിൽ ഒന്ന് തൊടു, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ എന്നറിയാം എന്നതിനെക്കുറിച്ചാണ്. 2 വൃക്ഷങ്ങളുടെ ഫയലാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2 വൃക്ഷങ്ങൾ നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ വൃക്ഷമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗാണ് ആദ്യം പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും നല്ല രീതിയിൽ തഴച്ച് വളർന്നിരിക്കുന്ന ഒരു വൃക്ഷമാണ്. നിങ്ങളെല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിൽ നിന്നും സഹായം ലഭിക്കാത്തതായി ആരുമില്ല. എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ വർത്തിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആരെയും അലോസരപ്പെടുത്തുകയോ ആരെയും നോവിക്കുകയോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലാവർക്കും താങ്ങും തണലുമായി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരിക്കലും ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ആരെയെങ്കിലും വിഷമിപ്പിക്കുകയോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുകയോ നിങ്ങൾ ചെയ്യുന്നില്ല. എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറുകയും എല്ലാവരോടും നന്മ കാണിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ശക്തി ഐശ്വര്യം നൽകും. കാരണം നിങ്ങളിലെ നന്മ നിബിഡമാണ്. നിബിഡമായ ഇലകളുള്ള, നിബിഡമായ ശാഖകളുള്ള ഒരു വൃക്ഷമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വൃക്ഷം യഥാർത്ഥത്തിലൊരു ദൃഷ്ടാന്തമാണ്. നിങ്ങളിലുള്ള നന്മയുടെ, നിങ്ങളിലുള്ള സൽപ്രവൃത്തികളുടെ ദൃഷ്ടാന്തമാണ്. എല്ലാവർക്കും തണൽ വിരിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ജാതി മതം വർണ്ണ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി ഏറ്റവും നല്ലത് നൽകും. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ മനസ്സാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നന്മ അത് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അതിൻ്റെ പകുതിയെങ്കിലും നിങ്ങൾക്ക് ഈശ്വരൻ അസൈൻ ചെയ്ത് നൽകിയാൽ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല രീതിയിലുള്ള, ഏറ്റവും നല്ല മനസ്സുള്ള ഒരു രീതിയിലേക്ക് നിങ്ങളെത്തും. ആരെയും വഞ്ചിക്കുവാനോ ആരെയും വിമർശിക്കുവാനോ ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാനോ ശ്രമിക്കുന്നില്ല. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ പോകാനുള്ള ഐശ്വര്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളിൽ വന്ന് ഭവിക്കുകയും ചെയ്യും. ആത്മവിശ്വാസമുണ്ട്. നിങ്ങളുടെ നന്മ നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇന്നിന്ന കാര്യമെന്നുള്ളതിലല്ല, നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും ആ ഐശ്വര്യം ലഭിക്കും. അതിനി ലഭിച്ചു തുടങ്ങുകയും ചെയ്യും. അടുത്തതായിട്ട് ഈ വൃക്ഷം പൈലായി സ്വീകരിച്ചുള്ള റീഡിംഗാണ്. പ്രതികൂല സാഹചര്യങ്ങളിലൂടെ പടവെട്ടി ഇന്നും നിങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. നിങ്ങൾക്കുണ്ടായ അത്രയും ശത്രുക്കൾ ആർക്കും ഉണ്ടായിരുന്നിട്ടില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തണൽ വിരിക്കാൻ ശരിയായ രീതിയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എല്ലാം കൊള്ളയടിക്കപ്പെടുകയും ചതിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേദന അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഉരുകുന്ന ഹൃദയവുമായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനകളുണ്ട്. കൃത്യമായിട്ടറിയാം. ഞാൻ എവിടെ ചെന്ന് എൻ്റെ വേദനകൾ പറയും? ആരെൻ്റെ വേദന കേൾക്കും? എനിക്കെന്നാണ് ഒരു മോചനം? എൻ്റെ മനസ്സ് മാത്രം ആരും കാണാതെ പോയതെന്ത്? ഇത്തരം ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിൽ. ഇത്തരം പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ജീവിതത്തിൽ എല്ലാത്തരം പ്രതിസന്ധികളും ജീവിതത്തിൽ എല്ലാത്തരം പ്രശ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിൽ ഉണ്ട്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അകന്ന്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അകന്ന് വളരെ സന്തുഷ്ടമായൊരു ജീവിതം, വളരെ സന്തുഷ്ടമായ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും
എല്ലാ പ്രതിസന്ധികളും മാറി ഏറ്റവും ക്രിയാത്മകമായ നിലയിലേക്ക്, ഏറ്റവും ക്രിയാത്മകമായൊരു തലത്തിലേക്ക് നിങ്ങളെത്തുക. നിങ്ങളെ സംബന്ധിച്ച് മനസ്സിൽ ഉരുകുന്ന ആ ഉരുക്കങ്ങളൊന്ന് മാറിക്കിട്ടിയാൽ മതി. ആർക്കും ഒരു ഉപദ്രവവും നിങ്ങൾ ചെയ്തിട്ടില്ല. നിങ്ങളെ തകർക്കാൻ ചുറ്റും നിന്ന ആളുകൾക്ക് തോൽവിയാണ് സംഭവിച്ചത്. നിങ്ങൾ അവസാനം ഇങ്ങനെ നിലനിൽക്കും. എല്ലാ വെല്ലുവിളികൾക്കും അവസാനം വിജയിച്ച് നിങ്ങളുണ്ടാകും. നിങ്ങൾ ആ വെല്ലുവിളികളെ അതിജീവിച്ച് രക്ഷപ്പെടും. നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ശത്രുക്കളിൽ നിന്നും അന്തിമ വിജയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളെ മാനസികമായും നിങ്ങളെല്ലാ തരത്തിലും ഉപദ്രവിച്ചു കൊണ്ടിരുന്ന അവരിൽ നിന്നും അന്തിമമായ വിജയം, അന്തിമമായ ഒരു പ്രോത്സാഹനം, അന്തിമമായ ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതത്തിൽ ഉന്നതി കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.